മട്ടന്നൂർ നഗരസഭ ടൗൺ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ചരിത്ര വിജയം. 72 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബിജെപിയിലെ എ മധുസൂദനൻ വിജയിച്ചത്. മട്ടന്നൂർ നഗരസഭയിലെ ടൗൺ വാർഡിൽ നടന്ന വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ചരിത്ര വിജയം. 72 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബിജെപിയിലെ എ മധുസൂദനൻ വിജയിച്ചത്. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയിച്ച ഐക്യമുന്നണി രണ്ടാം സ്ഥാനത്തായി. ബിജെപി സ്ഥാനാർത്ഥി എ മധുസൂദനന് 395 വോട്ടും ഐക്യമുന്നണി സ്ഥാനാർത്ഥി കെ വി ജയചന്ദ്രന് 323 വോട്ടും ഇടതുമുന്നണി സ്ഥാനാർത്ഥി അമൽമണിക്ക് 103 വോട്ടും ലഭിച്ചു. കക്ഷിരഹിതരായ ഇ ജയചന്ദ്രന് 1 വോട്ടും പി കെ മധുസൂദനന് 5 വോട്ടും ലഭിച്ചു. 2022 വോട്ടിംഗ് നിലയിൽ നിന്ന് ഐക്യമുന്നണിക്ക് 20 വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ ഇടതുമുന്നണി 20 വോട്ട് വർദ്ധിപ്പിച്ചു. ബിജെപിക്കാകട്ടെ 64 വോട്ട് വർദ്ധിച്ചു. കൗൺസിലർ കെ വി പ്രശാന്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് ടൗൺ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 2022 തെരഞ്ഞെടുപ്പിൽ കേവലം 12 വോട്ട് ന്യൂനപക്ഷത്തിനായിരുന്നു ബിജെപി സ്ഥാനാർത്ഥി എ മധുസൂദനൻ പരാജയപ്പെട്ടത്. അന്ന് പ്രശാന്തിന് 343 വോട്ട് ലഭിച്ചപ്പോൾ മധുസൂദനൻ 331 വോട്ടുമായി രണ്ടാം സ്ഥാനത്തും ഇടതു സ്വതന്ത്ര ശ്രീമതി 83 വോട്ടുമായി മൂന്നാം സ്ഥാനത്തുമെത്തി. 757 പേരായിരുന്നു അന്ന് വോട്ട് ചെയ്തത്. ഇത്തവണ ആകെയുള്ള 1024 വോട്ടർമാരിൽ 80.76% 827 പേരാണ് വോട്ട് ചെയ്തത്. 2022 757 പേർ വോട്ട് ചെയ്തപ്പോൾ ഇത്തവണ വോട്ട് ചെയ്തത് 827 പേരാണ്. 2022 നിന്നും ഇത്തവണ 70 പേരുടെ വർധന. ഐക്യമുന്നണിക്ക് 20 വോട്ട് കുറഞ്ഞപ്പോൾ ഇടതുമുന്നണിക്ക് 20 വോട്ട് കൂടി. ഇത്തവണ വർദ്ധിച്ചത് ആകെ 70 വോട്ട്. ബിജെപിക്ക് വർദ്ധിച്ചത് 64 വോട്ട്. കക്ഷിരഹിതർക്ക് ഇരുവർക്കുമായി ലഭിച്ചത് 6 വോട്ടും. പുതിയ വോട്ടർമാർ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായതായാണ് വിലയിരുത്തൽ. ചരിത്രപരമായ വിജയം ബിജെപി നേടിയിരിക്കുകയാണ്. 72 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ആദ്യമായി മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലർ ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി സർക്കാരിന്റെ കേന്ദ്ര പദ്ധതികളടക്കം അട്ടിമറിച്ച മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള ഒരു താക്കീതായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. ഒട്ടനവധി കേന്ദ്ര പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ മട്ടന്നൂരിലും അതുപോലെ തന്നെ മറ്റ് പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഇതിനെ അട്ടിമറിക്കുന്നത് കേന്ദ്ര പദ്ധതികളെന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇടത് വലത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി 29ാം ടൗൺ വാർഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഈ വാർഡിലെ ജനങ്ങൾ അത് മനസ്സിലാക്കി ബിജെപിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ഈ വാർഡിലെ മുഴുവൻ വോട്ടർമാരോടും ഭാരതീയ ജനതാ പാർട്ടി അഗാധമായ നന്ദി രേഖപ്പെടുത്തുകയാണ്.